കോഴിക്കോട് പുതുപ്പാടി കുപ്പായക്കോടിലെ മലബാർ ക്രംബ് റബ്ബർ ഫാക്ടറി അടച്ചുപൂട്ടിയിട്ട് 1.5 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ലക്ഷങ്ങൾ വില വരുന്ന ഫാക്ടറിയിലെ യന്ത്രസാമഗ്രികളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചിരിക്കുന്നു. PF പെൻഷനിൽ കവിഞ്ഞ് കൃത്യമായ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ ജീവനക്കാർ പ്രതിസന്ധിയിലാണ്. റിപ്പോർട്ട് കാണാം. %100 ഉൽപാദന നേട്ടവുമായി ഒരു കാലത്ത് മലബാറിൽ തിളങ്ങി നിന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് എൻ്റെ പുറകിൽ കാണുന്നത്. മലബാർ റബ്ബർ ക്രബ് ഫാക്ടറി. ഇന്ന് ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ട് ഏകദേശം 15 വർഷം പിന്നിടുന്നു. റബ്ബർ കർഷകരിൽ നിന്ന് ഒട്ടുപാലും റബ്ബർ കറയും സംസ്കരിച്ച് ക്രംബാക്കി വിൽക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മലബാർ ക്രംബ് റബ്ബർ ഫാക്ടറിയാണ് കാടുമൂടി നശിക്കുന്നത്. 10 ടൺ കപ്പാസിറ്റിയുള്ള നിർമ്മാണ യൂണിറ്റിന്റെ പിൻബലത്തിൽ ഡെൻലെപ്പ്, ഗുഡിയർ, MRF, അപ്പോളോ തുടങ്ങിയ പ്രമുഖ ടയർ കമ്പനികളിലേക്ക് ദിനം പ്രതി ടൺ കണക്കിന് ക്രംബ് റബ്ബർ എന്നിവയാണ് കയറ്റി അയച്ചിരുന്നത്. എന്നാൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച സ്ഥാപനം നടത്തിപ്പിലെ ദീർഘവീക്ഷണമില്ലായ്മയും മുൻ ഡയറക്ടർ ബോർഡിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയും മൂലം തകരുകയായിരുന്നു. ഒരു കാലത്ത് ഇവിടെ കണ്ടവാനം ഈ നാടിന് ഒരു വികസനമായിരുന്നു ഈ ഫാക്ടറി ഉണ്ടായിരുന്ന കാലത്ത്. ഇപ്പോൾ നാട് വേറെ ശൂന്യമായി കിടക്കുക. 10-20 ലോറികളായിരുന്നു വന്ന് ക്രംബ് കയറ്റിക്കൊണ്ടിരുന്നത്. ഗുഡിയർ, രണ്ടിലപ്പം ഇവിടെ വലിയ കമ്പനിക്കാരായിരുന്നു ഇവിടെ വന്ന്. അന്ന് നാട്ടിൽ കണ്ടവാനം ജനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, വണ്ടിക്കാരും അനുബന്ധ ആൾക്കാരൊക്കെ ആയിട്ട്. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് 1999 അടച്ച കമ്പനി പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം 2006 ഫെബ്രുവരി 18 തുറന്നു. ബാങ്കിൽ നിന്ന് 5 കോടി രൂപ വായ്പയെടുത്തും കർഷകരിൽ നിന്ന് 2 കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചുമായിരുന്നു പുനരാരംഭം. എന്നാൽ മുതലും പലിശയും കൃത്യമായി തിരിച്ചടയ്ക്കാതായതോടെ ബാങ്കിന്റെ ബാധ്യത 6.5 കോടിയോളം എത്തി. തുടർന്ന് കരിമ്പട്ടികയിൽ പെട്ടതോടെ ഫാക്ടറി അടച്ചുപൂട്ടി. 1983 ഫാക്ടറിക്ക് തുടക്കം കുറിക്കുന്നത്. 2009 ഫാക്ടറിക്ക് പൂർണ്ണമായിട്ടും താഴിടുകയും ചെയ്തു. 100ഓളം ജീവനക്കാരാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 75 പേരാണ് ഇതിനെ ആശ്രയിക്കുന്നത്. ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഫാക്ടറി പൂട്ടിയെങ്കിലും ഇവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. വർഷം ഇത്ര കഴിഞ്ഞെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നത് 75ഓളം പേരാണ്. 12 വർഷം മുൻപുണ്ടാക്കിയ കരാർ ഉടമ്പടിയിൽ കാലോചിത പരിഷ്കരണം വരുത്തി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ആവശ്യം. 2012 ഒരു എഗ്രിമെന്റ് വെച്ചിരുന്നു. അതിൽ ചില കാര്യങ്ങൾ ധാരണയായിട്ടുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ ധാരണയാകാനുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റ് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി യൂണിയൻ പ്രതിനിധികളും സംസാരിച്ച് ഈ വിഷയം പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ ന്യായമായ ആവശ്യം. ഫാക്ടറി വീണ്ടും തുറന്നു പ്രവർത്തിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് ഫാക്ടറി വിറ്റ് കിട്ടുന്ന തുക കൊണ്ട് കടബാധ്യത വീട്ടുകയും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാനുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനോടകം മാനേജ്മെന്റുകളുമായി നിരവധി ചർച്ചകൾ പൂർത്തിയായി. ഏറ്റവും ഒടുവിൽ പൂർത്തിയായ ചർച്ചയിൽ തൊഴിലാളികൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ മാസം 19 മറ്റൊരു ചർച്ച കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിലെ തീരുമാനങ്ങൾക്ക് കാതോർക്കുകയാണ് ഈ തൊഴിലാളികൾ. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് കുടുംബങ്ങൾക്ക് അന്നമൂട്ടിയ സ്ഥാപനം ഇന്ന് ഈ വിധം തകരാൻ കാരണം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണ്. ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആനുകൂല്യങ്ങൾക്കായി തൊഴിലാളികൾക്ക് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കേൾക്കാം ചില പ്രതികരണങ്ങൾ. ചെറുകിട റബ്ബർ കർഷകരെ ഉദ്ദേശിച്ചാണ് ഈ സ്ഥാപനം തുടങ്ങിയത് തന്നെ. അവർക്കെല്ലാം മെച്ചമായിരുന്നു, അവരുടെ സ്ക്രാപ്പിന് നല്ല വില കിട്ടുമായിരുന്നു. ഇത് പൂട്ടിയ പിന്നെ ഒരുപാട് കർഷകർ ബുദ്ധിമുട്ടായിട്ടുണ്ട്. വില വളരെ താഴേക്ക് പോയി. 11 പേരോളം മരിച്ചുപോയി. പിന്നെ എല്ലാവരും തന്നെ പ്രായമായി കഴിഞ്ഞു പോയി. ഇപ്പോൾ എല്ലാവർക്കും 10, 60, 62 വയസ്സായി. വേറെ ജോലികൾ ആർക്കും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ദുരിതമാണ് എല്ലാവരും. പിന്നെ അവരുടെ മക്കളെ പഠിപ്പിക്കാനുണ്ട്. ഫാക്ടറി തുടങ്ങി 83 പോലുള്ള തൊഴിലാളിയാണ് നമ്മൾ. 21 വയസ്സുള്ള ഒരു കയറിയാണ്. ഇപ്പോൾ പൂട്ടിയിട്ട് 15ഓളം വർഷമായി. ഞങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ 10-62 വയസ്സായി. എല്ലാവരും ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാനൊക്കെ ഇപ്പോൾ ഓട്ടോറിക്ഷ പിടിച്ച് ജീവിക്കുന്നു. കുറേ ആൾ പെയിൻറ്റിങ്ങിന് പോകുന്നു, കുറേ ആളുകൾ ടാപ്പിങ്ങിന് പോകുന്നു. ഇപ്പം
ഈ കുടുംബങ്ങളെല്ലാം പട്ടിണിയിലും ശരിക്കും ബുദ്ധിമുട്ടിലുമാണ്. കാരണം ഇത് ഒരു വരുമാനമായിരുന്നു. ഇപ്പോൾ പണി തന്നെ തേടി പുറത്ത് നടക്കണം. പണിയില്ല ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.